ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമർപ്പണത്തെ ധ്യാനിക്കാം. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ ധ്യാനിക്കുന്നത് യേശുവിനെ മാതാപിതാക്കൾ ജെറൂസലേം ദേവാലയത്തിൽ സമർപ്പിക്കുന്ന അനുഭവമാണ്. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മറിയവും ജോസഫും യേശുവിനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറൂസലേം ദേവാലയത്തിൽ കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാർ എല്ലാവരും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്തൃനിയമത്തിൽ പറഞ്ഞതനുസരിച്ചാണ് അവർ ഇപ്രകാരം ചെയ്തത്. നോക്കൂ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ വിട്ടുവീഴ്ചയില്ലാതെ അനുസരിക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കാണുക. ദൈവത്തിനാണ് ക്രിസ്തു. എന്നിട്ടും ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങൾക്കും പരിപൂർണ വിധേയത്വത്തോടുകൂടി ആ മാതാപിതാക്കൾ ആ ശിശുവിനെ വളർത്തുന്നു. സാധാരണ ഒരു യഹൂദ ബാലനോ ബാലികയോ ജന്മം കൊണ്ടാൽ ആ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വസ്തയോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റുന്ന മാതാപിതാക്കൾ. കർത്താവിൻ്റെ പദ്ധതിയാണ് അതെല്ലാം. അവിടെ എത്തുമ്പോഴോ ശിമയോൻ എന്ന വന്ധ്യപുരോഹിതൻ്റെ കരങ്ങളിലേക്ക് ശിശുവിനെ നൽകുമ്പോൾ ആ പുരോഹിതൻ അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സകല ജനതകളും കാണേണ്ട വലിയ കൃപയുടെ മഹത്വം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു, എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ ശിമയോൻ എന്ന വന്ധ്യപുരോഹിതൻ പ്രാർത്ഥിച്ചത് മരണത്തിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൻ്റെ തിരുമുഖം കണ്ട ഞാൻ ഇനി ഭൂമിയിൽ മറ്റൊന്നും കാണാതിരിക്കേണ്ടതിന് നിത്യതയിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കണമേ എന്ന്. വൃദ്ധയായ അന്ന മുന്നോട്ട് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട്. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു ദിവ്യശിശുവാണ് യേശു ജെറൂസലേം ദേവാലയത്തിൽ. പരിശുദ്ധ മറിയവും വിശുദ്ധ ഔസേപ്പിതാവും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിലൂടെ അവർ ദൈവിക നിയമം നിറവേറ്റുകയും യേശു ദൈവപുത്രനാണ് എന്ന് പരസ്യമായി അംഗീകരിക്കുകയും ഏറ്റുപറയുകയുമാണ് ചെയ്യുക. പ്രിയ ദൈവമക്കളെ, നാം ദൈവഹിതം നിറവേറ്റുവാൻ കടപ്പെട്ടവരാണ്. ക്രിസ്തു ദൈവമായിരുന്നിട്ടും ഈ ഭൂമിയിലെ നിയമങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്നുവെങ്കിൽ നമുക്കും അതേ മനസ്സോടുകൂടി ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവിക പദ്ധതി നിറവേറ്റുവാൻ സാധ്യമാകട്ടെ. ക്രിസ്തു യഥാർത്ഥത്തിൽ വിജാതിയർക്ക് വെളിപ്പെടുവാനുള്ള വലിയ വെളിച്ചമായിരുന്നുവെന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ ഭോജാതനായത് എല്ലാ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സുജാതികളും വിജാതികളും ക്രിസ്തുവിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെടുകയും രക്ഷയുടെ മഹത്വം സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഒരർത്ഥത്തിൽ ക്രിസ്തു ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും സമർപ്പിതരാണ്. നമുക്കും ആ സമർപ്പണത്തിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് നാം ദൈവത്തിന് കടപ്പെട്ടവരാണെന്നും ദൈവത്തിൻ്റെ സ്വന്തമാണെന്നും ആകയാൽ ദൈവമക്കൾക്കുള്ള സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.